ഇന്നലെ ഇവിടെ നടന്ന ആ ഒരു കലാപരിപാടി ദേശീയ പണിമുടക്കായിരുന്നു, കേരള പണിമുടക്കായിരുന്നു. കാരണം ആകെ ഒരു കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഇത് ദേശീയ തലത്തിലുള്ള കുറേയേറെ തൊഴിലാളി സംഘടനകൾ ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു സമരമായിരുന്നു. അതിനവരിട്ടിരുന്ന പേരും ദേശീയ പണിമുടക്ക് എന്ന് തന്നെയായിരുന്നു. കൈരളി ടിവിയിൽ മാത്രമാണ് അത് ദേശീയ പണിമുടക്കായിട്ട് കാണിച്ചതും. പക്ഷെ ഒട്ടുമിക്ക മറ്റു മീഡിയകളിലെല്ലാം തന്നെ യഥാർത്ഥ രീതിയിലുള്ള മറ്റ് ബാംഗ്ലൂർ സിറ്റികളിലൊക്കെ വൺ ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു ഇന്നലെ എന്നാണ് അറിയാൻ സാധിച്ചിരുന്നത്. കാരണം ഇതിനകത്ത് CIT മാത്രമല്ല INTUCയും അതുപോലെ തന്നെ പല സംഘടനകളുടെയും പോഷക സംഘടനകളുടെയും തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ഈ സമരത്തിൽ പങ്കാളികളായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷി കേരളത്തിലല്ല, ഇന്ത്യയിലുള്ള തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും എപ്പോഴെങ്കിലും ഒക്കെ ഭരണത്തിൽ എത്തിയിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. അവർക്ക് ഈ പറയുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും INTUCയുടെ നല്ല ശക്തരായ പ്രവർത്തകരുമുണ്ട്. അതുപോലെ CIT എന്ന് പറയുന്ന സംഘടന, തൊഴിലാളി പ്രസ്ഥാനം കേരളത്തിൽ മാത്രമല്ല രാജ്യത്തിന്റെ പല സ്ഥലങ്ങളിലും പല കേന്ദ്രങ്ങളിലും വളരെ ശക്തമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു തൊഴിലാളി പ്രസ്ഥാനമാണ്. പക്ഷെ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു കലാപരിപാടി നടക്കുമ്പോൾ അത് കേരളത്തിലേക്ക് ഒതുക്കപ്പെടുന്നു, അല്ലെങ്കിൽ കേരളത്തിന്റെ തെരുവുകൾ മാത്രം നിശബ്ദമാവുന്നു, കേരളത്തിന്റെ തെരുവുകളിൽ മാത്രം ജനജീവിതം സ്തംഭിക്കുന്നു, മലയാളികളുടെ മാത്രം ജനജീവിതത്തെ ഇത് ബാധിക്കുന്നു? ഭരണത്തിനെതിരെ, അതായത് മോദി സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ നടത്തിയ തൊഴിലാളികളുടെ ഒരു സമരമായിരുന്നു. പക്ഷെ ഇതിൽ കഷ്ടപ്പെട്ടതും ദുരിതമനുഭവിച്ചതും ബുദ്ധിമുട്ടിയതും വലഞ്ഞതും സാധാരണയിൽ സാധാരണക്കാരായ ജനങ്ങളും ഈ പറയുന്ന തൊഴിലാളി വർഗങ്ങളും തന്നെയാണ്. എവിടെയെങ്കിലുമുള്ള ഒരു മുതലാളിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന പാവപ്പെട്ട ജനങ്ങളാണ് ഇന്നലെ തെരുവിൽ ഒരുപാട് ഇടങ്ങളിൽ വലഞ്ഞതും ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചതും. ഒരു ദിവസത്തെ വേതനം കൊണ്ട് കുടുംബം പോറ്റി വളർത്തുന്ന ഒരുപാട് സാധാരണ ജനങ്ങൾ ജീവിക്കുന്ന, അധിവസിക്കുന്ന അല്ലെങ്കിൽ കൂട്ടമായി ജീവിക്കുന്ന ഒരിടമാണ് നമ്മുടെ കേരളം. ആ ജനജീവിതത്തെ ഇന്നലെ സാരമാവിധം ഇത് ബാധിച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് മാസത്തിൽ 2 or 3 തവണ കാണാൻ കഴിഞ്ഞിരുന്ന ഒരു കലാപരിപാടി ഹൈക്കോടതി നേരിട്ടിടപെട്ട് ഹർത്താലുകൾ പോലുള്ള ജനദ്രോഹപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരു മുന്നറിയിപ്പോ ഒരു തരത്തിലുള്ള ഇതുമില്ലാതെ നടത്തുന്നതിനെതിരെ ഹൈക്കോടതി ഒരു ശക്തമായ ഒരു താക്കീത് കൊടുക്കുകയും അതിനെതിരെ ഒരു ഇതും കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ കുറച്ചൊക്കെ മാറ്റങ്ങൾ വന്നതാണ്. അപ്പോൾ അതിന് പുതിയൊരു മാനം കൊടുത്തുകൊണ്ട് പുതിയ വിളിപ്പേരോടുകൂടിയാണ് ഈ ദേശീയ പണിമുടക്ക് എന്ന് പറയുന്ന രീതിയിലേക്ക് തൊഴിലാളികൾ ഇറങ്ങിയത്. പക്ഷെ തൊഴിലാളികളുടെ സമരത്തിന് ഇന്നലെ നമുക്ക് കേരളത്തിൽ കാണാൻ സാധിച്ചത് ഒട്ടുമിക്ക ഇടങ്ങളിലും ജനജീവിതത്തെ തന്നെ ബാധിക്കുന്ന രീതിയിൽ അവരുടെ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ പോലും നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ കേരളത്തിൽ നടത്തി. അതിനുള്ള സാഹചര്യങ്ങൾ ഇവർ സൃഷ്ടിച്ചു, പല പല രാഷ്ട്രീയ സംഘടനകൾ കാരണം. ഇവരുടെയൊക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക, തൊഴിലാളികൾക്ക് വേണ്ടിയാണ് ഈ സമരം നടത്തിയെങ്കിലും മുതലാളിമാർക്ക് ഒരു കോട്ടവും ഇതുകൊണ്ട് സംഭവിച്ചില്ല. മുതലാളിമാരുടെ ഇടങ്ങളിൽ അവർ ഹാപ്പി ആയിരുന്നു. അവർ ഇതിനെ ഒരു ചിൽ വൈബിലായിരിക്കും എടുത്തത്. അവരൊരു വെക്കേഷൻ കിട്ടിയതുപോലെ അവരൊരു പ്ലഷർ ട്രിപ്പൊക്കെ പോയി അവരവരുടെ ജീവിതത്തിലെ സുഖജീവിതത്തിൽ ഒന്നും കൂടി ആർഭാടമാക്കി അവർ ഹാപ്പി ആയിട്ടിരുന്നു. ഇവിടെ പാവപ്പെട്ട തൊഴിലാളികൾ ഇന്നലെ സമരത്തിന്റെ പേരിൽ കുറെ പേർ തെരുവിൽ കിടന്നലഞ്ഞു. കുറെ പേർ വീടുകളിൽ അവരുടെ ദിവസവേതനത്തിന്റെ ആ ഒരു കാൽക്കുലേഷൻ തെറ്റി അവർ വിഷമിച്ചിരുന്നു. കുറച്ചു പേർക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഒരു മിഡിൽ ക്ലാസ് ആയ ആളുകൾ അവരുടെ ബേസിക് നീഡ്സുകൾ ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി അവരുടെ വെപ്രാളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. അങ്ങനെ ഈ ഒരു സംഭവം തൊഴിലാളിയെ വളർത്തുന്നതിന് പകരം മുതലാളിക്ക് ഒരു ദിവസത്തെ വെക്കേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് തൊഴിലാളി സംഘടനയുടെ ഉന്നമനായ നേതാവ്, ആ നേതാക്കന്മാർക്കൊന്നും പട്ടിണിയില്ല. അവരുടെയൊക്കെ കീശകളിൽ വന്നു കയറുന്ന പൈസയുടെ അളവുകളോ അവരൊക്കെ വളർന്നതിന്റെ കണക്കുകളോ ഇന്ന് ഒരിടവുമില്ല. ഏറ്റവും കൂടുതൽ ഇന്ന് ബിസിനസ് ചെയ്യുന്ന ഒരാളെക്കാളും ഏറ്റവും കൂടുതൽ സമ്പന്നനാവുന്നത് ഇവിടുത്തെ ഒരു നേതാവാണ്. അവന് പണ്ട് കാലങ്ങളിൽ അവന്റെ ജീവിത രീതി എന്ന് പറയുന്നത് വളരെ സാധാരണ രീതിയിലാണെങ്കിൽ ഇന്ന് വർഷങ്ങളോളം പൊളിറ്റിക്സിൽ നിന്നും പ്രവർത്തിക്കുന്ന ഒരു നേതാവിന്റെ ബേസ് എന്ന് പറയുന്നത്, അവന്റെ ആസ്തി എന്ന് പറയുന്നത് കോടികളാണ്. അതിന്റെ തെളിവുകൾ ഇവർ ഇലക്ഷനൊക്കെ വരുമ്പോൾ ഇവരുടെ അഫിഡവിറ്റ് കൊടുക്കുമ്പോൾ അതിനകത്ത് അവരുടെ ഇൻകം സോഴ്സ് കാണിക്കുന്നതിനകത്ത് ഇവരുടെയൊക്കെ ബാങ്ക് ബാലൻസും ഇവരുടെയൊക്കെ കൈവശമുള്ള ഭൂമിയും ഇവരുടെ എല്ലാം ഭൂസ്വത്തുക്കളുടെ എണ്ണവും കോടികളുടെ ആണ്. ഇതൊക്കെ ഇവർക്ക് എവിടെന്നാ കിട്ടിയത്? ഇവർക്ക് പ്രത്യേകിച്ച് ഒരു തൊഴിലില്ല. ഇവർ ചെയ്യുന്നത് ജനസേവനമാണ്. ആ ജനസേവനം ചെയ്യുന്ന ഇവർക്ക് MLAക്ക് ഒരു നിശ്ചിതമായ ഒരു തുക സാലറി ഉണ്ട് ഇവിടെ, ഒരു MP നിശ്ചിതമായ തുക ഇവിടെ സാലറി ഉണ്ട്, അതുപോലെ തന്നെ മന്ത്രിമാർക്കുമുണ്ട്. അത് വെച്ച് ഇവർക്ക് എത്ര തന്നെ സേവിങ്സ് പിടിച്ചാലും
ഈ കണക്കുകൾ കാണിക്കുന്ന രീതിയിലുള്ള ഒരു ആസ്തിയിലേക്ക് ഇവർ എത്തത്തില്ല. ചെറുകിട രാഷ്ട്രീയ കക്ഷികളുടെ സെക്രട്ടറിയും പ്രസിഡന്റും പൊസിഷനിൽ ഇരിക്കുന്ന ആളുകൾ പോലും സമ്പന്നനാവുന്നുണ്ടെങ്കിൽ ഇവരുടെ വരുമാന സ്രോതസ് എവിടെയാണ്? ഇവർക്ക് ആരാണ് പൈസ കൊടുക്കുന്നത്? ഇവർ ഇന്നലെ സമരം നടത്തിയ മുതലാളിമാരുടെ കയ്യിൽ നിന്നും നക്ക പിച്ച എരന്ന് വാങ്ങി, അതായത് റോഡിൽ നിന്നും പിച്ച എടുക്കുന്ന ഭിക്ഷാടകർ അവർ കൈനീട്ടി അവരുടെ ദാരിദ്ര്യം പറഞ്ഞു മേടിക്കുന്നുവെങ്കിൽ ഇവരുടെ കയ്യിലെ രാഷ്ട്രീയത്തിന്റെ ഹുങ്ക് വെച്ച് മുതലാളിമാരുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുന്നു. എന്നിട്ട് അവർ സമ്പന്നരായി വളരുന്നു. ഇവരുടെ മണിയറകൾ അവർ കെട്ടിയുയർത്തുന്നു. മണിമാളികയ്ക്കുള്ളിൽ ഇവർ കിടന്ന് ഉല്ലസിക്കുന്നു. ഇവർ ദൂർത്തടിക്കുന്നു. ഇവർ വിദേശങ്ങളിൽ പോയി ചികിത്സ നടത്തുന്നു. ഇവിടെ സാധാരണക്കാരൻ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ വന്ന് കഷ്ടപ്പെട്ട് ക്യൂ നിന്ന് അവിടെയുള്ള എല്ലാ വേദനകളും സഹിച്ച് അവിടുത്തെ ബുദ്ധിമുട്ടുകൾ സഹിച്ച് അവൻ ആ വരാന്തകളിൽ അവന്റെ ജീവിതത്തെ അവിടെ ഹോമിക്കുന്നു. എന്നിട്ടും ഇവിടുത്തെ സാധാരണ മനുഷ്യർ പഠിക്കുന്നില്ല. പിന്നെയും പിന്നെയും ഈ നേതാക്കൾ പറയുന്ന കേട്ട് അടിമകളെ പോലെ തെരുവുകളിൽ കിടന്ന് തല്ലുകൊള്ളുന്നു. ഇപ്പോൾ വളർന്നു വരുന്ന യുവജന പ്രസ്ഥാനങ്ങളിൽ നിന്ന് SFI ആയാലും KSU ആയാലും ABVP ആയാലും ഇവരുടെയൊക്കെ ചെറുകിട സംഘടനകളാണ്. ഈ പറയുന്ന മുന്തിയ രാഷ്ട്രീയ കക്ഷികളുടെ ചെറു സംഘടനകളാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയമാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയം അവബോധം ഉണ്ടാക്കാനും ബോധമുള്ള ഒരു തലമുറയെ കെട്ടിയുയർത്താനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇവർ എന്തിനു വേണ്ടിയിട്ടാണ്, ആർക്ക് വേണ്ടിയിട്ടാണ് തെരുവിൽ കിടന്ന് അടികൊള്ളുന്നത്? ഈ ചെറുപ്രായത്തിൽ തന്നെ കേസുകളുടെ ഉരുക്ക്, അതായത് കേസുകളുടെ കെട്ടുകുരുക്കുകളിൽ ഇവർ ചെന്ന് പെടുന്നത്. നാളെ ഇവർക്കൊരു വിദ്യാഭ്യാസ യോഗ്യത നേടി അവർക്കൊരു ജോലി വേണമെന്ന സാഹചര്യം വരുമ്പോൾ, ഇവർക്ക് വിദേശങ്ങളിൽ പോകേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ, ഇവർക്ക് ഇവിടെ തന്നെ ഗവൺമെന്റ് സർവീസുകളിൽ ഒരു ജോലിയുടെ ഒരു ഇതെല്ലാം പാസ്സായി PSC എല്ലാം പാസ്സായി ലിസ്റ്റിലേക്ക് കടക്കുന്ന സമയത്ത് ഇത്തരം കേസുകൾ അന്ന് കൂണുപോലെ എവിടെ നിന്നെങ്കിലും പൊങ്ങി വരാം. ആ പൊങ്ങി വരുന്ന കേസുകൾ നിങ്ങളുടെ ഭാവിയെ ബാധിക്കും. അന്നൊന്നും നിങ്ങൾക്ക് ഈ പ്രചോദനം തന്ന, നിങ്ങളെ എന്താ പറയുക, നിങ്ങൾക്ക് തീപ്പൊരി കൊളുത്തി തന്ന ഈ നേതാക്കന്മാരൊന്നും അന്ന് നിങ്ങളുടെ ഒപ്പം ഉണ്ടാവില്ല. കാരണം ഇവിടുത്തെ നിയമവ്യവസ്ഥ എന്ന് പറയുന്നത്, കോർട്ടിലേക്ക് എത്തിയ ഒരു കേസ് എന്ന് പറയുന്നത് അത് കോടതി വ്യവഹാരത്തിലൂടെ, കോടതിയുടെ കറക്റ്റായ ചിട്ടയായ ഒരു പ്രോസസ്സിങ്ങിലൂടെ മാത്രം ആ കേസിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കത്തുള്ളൂ. അല്ലാതെ ഈ പറയുന്ന നേതാക്കന്മാരുടെ ഈ പറയുന്ന എന്താ പറയുക ആ ഹുങ്ക് നമ്മുടെ ഇവിടുത്തെ ഭരണഘടനയുടെ നിയമവ്യവസ്ഥയുടെ ഇടയിലേക്കോ കടത്തിവിടാൻ സാധിക്കത്തില്ല. അപ്പൊ നിങ്ങളത് തിരിച്ചറിയുക, നിങ്ങളെ മനസ്സിലാക്കുക. രാഷ്ട്രീയം വേണ്ട എന്നല്ല പറയുന്നത്, രാഷ്ട്രീയ ബോധത്തോടു കൂടി രാഷ്ട്രീയം പറഞ്ഞു തന്നെ നമ്മൾ വളരണം. പക്ഷെ നിങ്ങൾ ഈ തെരുവിൽ നടത്തുന്ന അക്രമങ്ങളും മറ്റുള്ള കാര്യങ്ങളിൽ നിങ്ങൾ നടത്തുമ്പോൾ നിങ്ങളുടെ മേൽ വന്നു കയറുന്ന കേസുകളുടെ എണ്ണം നിങ്ങൾ ഇന്ന് അറിയുന്നില്ലെങ്കിലും നിങ്ങളുടെ ഭാവിയിൽ എവിടെയെങ്കിലും നിങ്ങൾ എത്തുമ്പോൾ, നിങ്ങളുടെ ഫ്യൂച്ചറിൽ എവിടെയെങ്കിലും നിങ്ങൾ ചെന്ന് നിൽക്കുമ്പോൾ ആ ഒരു പോയിന്റിൽ മാത്രം നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു വിഷയമായിരിക്കും. ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് വരാം. ഇന്നലത്തെ ദേശീയ പണിമുടക്ക് കൊണ്ട് ഇന്ന് തൊഴിലാളികൾക്ക് എന്ത് മാറ്റമാണ് ഉണ്ടായത്? പോട്ടെ, ഇന്നലെ നടത്തിയ ഒരു പ്രതിഷേധം കൊണ്ട് ചിലപ്പോൾ ഇന്നൊരു റിസൾട്ട് വരുന്നതായിരിക്കും. ഒരു വർഷത്തിനപ്പുറമെങ്കിലും വരണ്ടേ? ഒരു വർഷത്തിനപ്പുറമായാലും ഈ രാഷ്ട്രീയക്കാരുടെ ഈ കച്ചവടത്തിന്റെ ഇടയിൽ ഇവർക്ക് എവിടെയാണ് ഇവർ നടത്തിയിട്ടുള്ള സമരത്തിന്റെ ഒരു പ്രതിഫലം കിട്ടാൻ പോകുന്നത്? ഒന്നുമില്ല. മാറ്റങ്ങളൊന്നുമില്ലാതെ ഈ പറയുന്ന സിസ്റ്റം ഇതിവിടെ തുടരുക തന്നെ ചെയ്യും. ഇന്നലെ കുറെ പേർ പട്ടിണി കിടന്നു, കുറെ പേർ അവരുടെ തൊഴിലിടത്ത് പോകാൻ സാധിക്കാതെ വന്നു, കുറെ ജനങ്ങൾ തെരുവിൽ അലഞ്ഞു, കുറെ സമ്പന്നരായവർ അവർ വീട്ടിലൊരു ഒക്കേഷൻ ആചരിച്ചു. അതല്ലാതെ ഈ നാട്ടിൽ ഒരു മാറ്റവും ഇന്നലത്തെ ആ സമരം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. ഈ ഹർത്താലുകളായാലും പണിമുടക്കുകളായാലും ജനദ്രോഹപരമാണ്. ജനത്തിന്റെ സമാധാനത്തെയും ജനത്തിന്റെ ജീവിക്കുവാനുള്ള അവകാശത്തെയും ജനത്തിന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെയും അവന് തൊഴിലെടുക്കാനുള്ള അവന്റെ സ്വാതന്ത്ര്യത്തെയും ഹനിക്കുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തികൾ നമ്മുടെ നാട്ടിൽ നിന്നും വേരോടെ അറുത്തു മാറ്റി ഇത്തരം സമര പരിപാടികളെ എതിർക്കുന്ന ഒരു പുതിയൊരു തലമുറ ഈ നാട്ടിൽ ഉണ്ടാവണമെന്നാണ് ഞാൻ എന്ന് പറയുന്ന ഒരു സാധാരണ മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. കാരണം നമുക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്, നമ്മുടെ മുന്നിൽ കാണുന്ന തെറ്റിനെ ചൂണ്ടിക്കാണിക്കുവാനുള്ള അവകാശമുണ്ട്, ആ തെറ്റിനെതിരെ നിയമപരമായിട്ട് പോരാടുവാനുള്ള അവകാശമുണ്ട്. പക്ഷെ ഒരു ജനത്തിന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെയും അവന്റെ തൊഴിലെടുക്കാനുള്ള അവകാശത്തെയും ഹനിക്കുന്ന ഇത്തരത്തിലുള്ള പ്രവൃത്തികളെ ഈ തരത്തിലുള്ള മുട്ടാപ്പോക്ക് ന്യായം പറഞ്ഞ് ന്യായീകരിച്ചാലും അതൊന്നും തന്നെ ഇതിൽ വില പോവില്ല. ഇത് വെറും രാഷ്ട്രീയ കച്ചവടം നടത്തുന്നവർക്ക് വേണ്ടി, അല്ലെങ്കിൽ രാഷ്ട്രീയത്തെ വെച്ച് ചൂതാട്ടം നടത്തുന്നവരുടെ ഒരു ഗിമിക്ക് മാത്രമാണ്. ഇതിൽ ചെന്ന് വീഴുന്നതും സാധാരണക്കാരായ തൊഴിലാളികൾ തന്നെയാണ്. ഇന്നലെ കേരളത്തിൽ നടത്തിയ സമരം എന്തുകൊണ്ട് മറ്റു സംസ്ഥാനങ്ങളിൽ വിജയിപ്പിച്ചെടുക്കാൻ ഇവിടുത്തെ
സംഘടനകൾക്ക് സാധിച്ചില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്ക് സാധിച്ചില്ല. തുടക്കത്തിൽ പറയുന്ന പോലെ ഇതിൽ INTC എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് ഈ സമരത്തിൽ പങ്കാളിത്തം ഉണ്ടായിരുന്നു. അവർ ഇന്ത്യയിലെമ്പാടുമുള്ള കോൺഗ്രസിന് ഇന്ത്യയിലെമ്പാടും ഭരണത്തിൽ എത്തിയിട്ടുള്ള ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ അവിടെ ഭരണത്തിൽ ഇരുന്നിട്ടുള്ള ഒരു ചരിത്രമുള്ളവരാണ്. അവർക്ക് എന്തുകൊണ്ട് അവരുടെ INTC പ്രവർത്തകരെ കൊണ്ട് ആ ഇടങ്ങളിൽ സമരം ശക്തിപ്പെടുത്താൻ സാധിച്ചില്ല? ഇതെന്തുകൊണ്ട് കേരളത്തിന്റെ മാത്രം ഒരു ആചാരമായി മാറുന്നു, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ആഘോഷമായി മാറുന്നു? ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം. മലയാളികൾ എന്നും അന്ധരായി മാറുമ്പോൾ, ഈ മൂഢലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ, ഗുരു സിനിമയിൽ പറഞ്ഞതുപോലെ നമ്മൾ കാത്തിരിക്കുന്ന ഒരു ഇലാമ പഴത്തിന്റെ കുരു എവിടെയാണെന്ന് നമ്മളിൽ തന്നെ ചിന്തിക്കേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതുപോലത്തുള്ള ഒരു മൂഢമായ ഒരു രാഷ്ട്രീയ കച്ചവടക്കാർക്ക് നമ്മുടെ ജീവിതത്തെയും നമ്മുടെ സ്വാതന്ത്ര്യത്തെയും നമ്മൾ ഒരിക്കലും വിട്ടുകൊടുക്കരുത്. നമ്മൾ പ്രതിഷേധിക്കണം. ഇത്തരം പ്രവൃത്തികൾക്കെതിരെ നമ്മൾ പ്രതിഷേധിക്കണം. ഇത്തരം പ്രവൃത്തികൾക്കെതിരെ നമ്മൾ ശബ്ദമുയർത്തണം. ഇത്തരം പ്രവൃത്തികൾക്കെതിരെ പുതിയ നിയമനിർമ്മാണങ്ങൾ ഇവിടെ ഉണ്ടാവണം. ഹർത്താല്, അതുപോലെ തന്നെ ദേശീയ പണിമുടക്ക് പോലുള്ള പൊതുശല്യങ്ങളെ നമ്മളുടെ ഇടങ്ങളിൽ നിന്നും നമ്മൾ വേരോടെ എടുത്ത് മാറ്റണം. മറ്റു വിഷയങ്ങളുമായി വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു.